ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഹാർദമായി അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 80-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. 8-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശമൂവേലിൻ്റെ പുത്രന്മാരുടെ പാപത്തെക്കുറിച്ചാണ്. വാസ്തവത്തിൽ ദൈവഹിതപ്രകാരമല്ലാതെ ശമൂവേൽ തൻ്റെ പുത്രന്മാരെ ഇസ്രയേലിന് ന്യായാധിപന്മാരാക്കുന്നു. എന്നാൽ അവരുടെ ജീവിതത്തെ പരിശോധിച്ചു നോക്കിയാൽ അവർ ദൈവം മുൻപാകെ അതിന് യോഗ്യരല്ലായിരുന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുന്നത് നാം ഓർക്കുകയുണ്ടായി. അവർ ശമൂവേലിൻ്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു എന്നാണ് 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം ഓർത്തത്. 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മൂപ്പന്മാരെല്ലാവരും ഒന്നിച്ചു കൂടി രാമയിൽ ശമൂവേലിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നതും നാം ഓർക്കുകയുണ്ടായി. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്: നീ വൃദ്ധനായിരിക്കുന്നു ശമൂവേലേ, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നതുമില്ല. ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് അവർ പറയുകയാണ്. തൻ്റെ പുത്രന്മാരുടെ പാപത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്രായേൽ മൂപ്പന്മാർ സകല ജാതികൾക്കുമുള്ളതുപോലൊരു രാജാവിനെ ആവശ്യപ്പെടുകയാണ്. വാസ്തവത്തിൽ ഇസ്രായേൽ മൂപ്പന്മാർ എന്തായിരുന്നു ചെയ്യേണ്ടത്? അവർ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ദൈവം തന്നെ തങ്ങളെ ഭരിക്കുന്ന ആ പ്രത്യേകമായ അനുഗ്രഹസ്ഥിതിയിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കണമായിരുന്നു. എന്നാൽ അവരുടെ ജഡികമായ ആഗ്രഹം ഇവിടെ തലപൊക്കുന്ന കാര്യമാണ് കാണുവാൻ കഴിയുന്നത്. തുടർന്നുള്ള വചന കേൾവിയിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. 6-ാം വാക്യം ശ്രദ്ധിച്ചാലും ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്നവർ പറഞ്ഞ കാര്യം ശമൂവേൽ പ്രവാചകന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. വാസ്തവത്തിൽ ഒരു ഭക്തന്റെ ഹൃദയത്തിൻ്റെ വേദന നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ്. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്നവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ക്രമത്തിൽ നിന്നും മറ്റ് സകല ജാതികളെയും പോലെ രാജഭരണത്തിലേക്ക് ഇസ്രായേൽ മാറുന്ന താല്പര്യം അത് പ്രകടിപ്പിക്കപ്പെട്ടപ്പോൾ ശമൂവേലിന് അനിഷ്ടമായി തീരുന്ന കാര്യമാണ് കാണുവാൻ കഴിയുന്നത്. ലോകത്തിലുള്ള എല്ലാവർക്കും ലോകക്രമം പിൻപറ്റുവാൻ താല്പര്യമുള്ളവരാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ച് ദൈവവ്യവസ്ഥയ്ക്ക് വിപരീതമായിട്ട് ലോകക്രമത്തിലേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുന്നത് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന് വേദന ഉളവാക്കുന്ന വിഷയമാണ്. അതുതന്നെയാണ് ദൈവത്തിൻ്റെ ചിന്താഗതിയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ പല ആത്മീയ വിഷയങ്ങളിൽ ലോകം കടന്നു കയറുമ്പോൾ, നാം ലോകത്തിൻ്റെ പല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുമ്പോൾ, നാം ലോകത്തോട് അനുരഞ്ജനപ്പെടുമ്പോൾ അത് ദൈവത്തിന് ഹിതമല്ല എന്നും ദൈവഭക്തന്മാരുടെ ഹൃദയത്തിന് അത് വേദനയാണ് എന്നുമുള്ള സത്യം നമ്മളിൽ എത്ര പേർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ട്? സാധാരണ പോലെ ചിന്തിക്കുകയല്ല നാം ചെയ്യേണ്ടത്. മറിച്ച് ദൈവം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാനായിട്ട്. മറ്റ് സകല ജാതികൾക്കും രാജാക്കന്മാരുണ്ട്. എന്നാൽ ഇസ്രായേൽ അത് ആഗ്രഹിച്ചപ്പോൾ അത് അനിഷ്ടമായി തീർന്ന കാര്യമാണ് ശമൂവേലിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ശമൂവേൽ എന്താണ് ചെയ്തത്?
അവിടെ താൻ ശ്രദ്ധേയമായ ഒരു കാര്യം ചെയ്യുന്നതായി വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുകയാണ്. നാം വായിക്കുന്നത് പോലെ ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. തൻ്റെ ഹൃദയത്തിൻ്റെ ഭാരവുമായി അവൻ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുകയാണ്. താൻ പറഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രായേൽ അംഗീകരിച്ചുവെന്ന് വരികയില്ല. കാരണം മറ്റ് ജാതികളെപ്പോലെ രാജാവ് വേണമെന്നുള്ള വലിയ ആവശ്യത്തോടുകൂടെ തൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ കുറവ് ശരിയാണെങ്കിലും അതിനെ ആയുധമാക്കിക്കൊണ്ട് ഇസ്രായേൽ മൂപ്പന്മാർ ഒന്നടങ്കം വന്നു കൂടുമ്പോൾ ഈ മനുഷ്യന് അത് തടുത്തു നിർത്തുവാൻ മാനുഷികമായി കഴിയുകയില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യുവാൻ കഴിയുമായിരുന്നു. അത് താൻ ചെയ്യുന്നതും നമുക്ക് കാണാം. എന്താണത്? തൻ്റെ ഹൃദയത്തിൻ്റെ ഭാരവുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് അവൻ കടന്നു വരികയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരോട്, ദൈവജനത്തിൻ്റെ ശുശ്രൂഷകന്മാരോട്, ഭക്തന്മാരായിട്ടുള്ളവരോട്, ദൈവമക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഒരുപക്ഷെ നാം ആഗ്രഹിക്കാത്ത ദൈവഹിതത്തിന് വിപരീതമായ പല കാര്യങ്ങൾ പറഞ്ഞിട്ടും പലരും കേൾക്കാതെ വരുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള മാർഗരേഖ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്താണത്? നാം ദൈവത്തോട് ഹൃദയഭാരവുമായി പ്രാർത്ഥിക്കുന്ന സ്ഥിതിയിലേക്ക് വരണം. അവിടെയാണ് നമുക്ക് ഉത്തരമുള്ളത്. ശമൂവേലിൻ്റെ ഈ നല്ല മാതൃക നമ്മുടെ ജീവിതത്തിലൊന്ന് പിൻപറ്റുവാൻ കഴിഞ്ഞാൽ ദൈവം വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇസ്രായേൽ ജനത്തിന്, ഇസ്രായേൽ മൂപ്പന്മാർക്ക് ശമൂവേലിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരത്തെ ശരിയായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ശമൂവേലിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരമറിഞ്ഞ ഒരു ദൈവം അന്നുമുണ്ട്, ഇന്നും അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ഇത് മറക്കുവാൻ പാടുള്ളതല്ല. നമ്മുടെ ശുശ്രൂഷ രംഗങ്ങളിൽ ഇത് മറക്കുവാൻ പാടുള്ളതല്ല. ദൈവഹിതത്തിന് വിപരീതമായി പല കാര്യങ്ങൾ നാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാണുമ്പോൾ നാം ഓർക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. നാം അവിടെ തർക്കിച്ചിട്ട് വലിയ ഫലമൊന്നുമില്ല. മറിച്ച് നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്ന് ശമൂവേൽ ചെയ്തതുപോലെ ദൈവത്തോട് കാര്യങ്ങൾ അറിയിക്കുന്ന പ്രാർത്ഥനയുടെ ജീവിതമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ നമുക്ക് നിർബന്ധമായും ഉണ്ടാകണം. നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും വരാതിരിപ്പാൻ വളരെ കരുതലോടെ, ജാഗ്രതയോടെ ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുമടക്കാം. ആത്മീയമായ വിഷയത്തിന് വിപരീതമായി, ദൈവഹിതത്തിന് വിപരീതമായി പലതും ആത്മീയ ലോകത്തിൽ കാണുമ്പോൾ എൻ്റെ പൊന്നു സഹോദര, പൊന്നു സഹോദരി, നീ തർക്കിക്കാനും വാദിക്കാനും നിൽക്കേണ്ട. മറിച്ച് നീ ദൈവത്തോട് കാര്യം പറഞ്ഞാൽ മതി. നാം ദൈവത്തോട് കാര്യം പറയുമ്പോൾ അത് കേൾക്കുവാൻ ഹൃദയം കർത്താവിനുണ്ട്. അത് കേൾക്കുന്ന ഒരു കാത് നമ്മുടെ കർത്താവിനുണ്ട്. അവിടെ നിന്ന് നിശ്ചയമായും അവിടുത്തെ ഹിതം ദൈവസന്നിധിയിൽ നിവർത്തിക്കുക തന്നെ ചെയ്യും. ഈ ശമൂവേലിൻ്റെ വലിയ ജീവിതത്തിൻ്റെ ക്രമം നമുക്ക് പാലിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.